ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാനുള്ള ഒമാനിലുള്ള ഒരു ഫാം ഹൗസിലാണ്. എന്ത് ഫാം ഹൗസ് എന്നായിരിക്കും മരുഭൂമി നിങ്ങൾ ആലോചിക്കുന്നത്. ഇതങ്ങനെ കറക്റ്റ് പോളി ഹൗസിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തിരിക്കുന്ന പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ്റെ ഒരു ഫാമിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ നാരങ്ങയൊക്കെ ഉണ്ട്, നാരങ്ങയൊക്കെ കഴിക്കാം. ഇവിടെ നല്ല തണുപ്പാട്ടോ, ചൂടൊന്നുമില്ല, ബസ്കറ്റിൻ്റെ ചൂടൊന്നുമില്ല. അപ്പം ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറി ഒന്നുമില്ല കേട്ടോ, കുക്കുമ്പറോ അങ്ങനെ സാധനങ്ങളൊന്നുമല്ല. അത്തിമരമാണ്. അത്തി നമ്മളെ വീടിൻ്റെ മുറ്റത്ത് വളർത്തുന്ന മരമല്ലേ, ആ മരം എങ്ങനെയാണ് പോളി ഹൗസിൽ കൃഷി ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. മാത്രമല്ല, നിങ്ങൾ കൃഷിക്കാരനാണെങ്കിൽ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എങ്ങനെ കൃഷിയേതര വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്. അപ്പോൾ ഞാൻ മനു സൈമൺ ഫിലിപ്പ്, വെൽക്കം ടു ഫ്ലെമിംഗോ റൂട്ട്സ്. അപ്പോൾ ഞങ്ങളിവിടെ നമ്മുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഗേറ്റ് കടന്നു അകത്തോട്ട് പോകാനായിട്ട്. ഇതിൻ്റെ അകത്താണ് ഫാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് തുറന്നിടരുത്. നമുക്ക് കയറി അകത്ത് കഴിഞ്ഞ് ഉടനെ തന്നെ അടക്കണം. കാരണം ഇൻസെക്ട്സ് ഒന്നും അകത്ത് പോകാതെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ കെയർ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അകത്തോട്ട് പോകാം. വരും. ഇതുകൊണ്ട് നമുക്ക് മുന്തിരിങ്ങയൊക്കെ ഇവിടെ കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ നമുക്ക് പറിക്കാനൊക്കെ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് അവർ നമുക്ക് തന്നതാണ്. മുന്തിരിങ്ങ ഇങ്ങനെ കഴിക്കാൻ പറ്റും. പിന്നെ എന്താ സുഖമല്ലേ, മരുന്നൊന്നും അടിക്കാത്ത സാധനം കേട്ടോ, അടിപൊളി കഴിക്കാം. ഓ, വൈബാണ് പിന്നെ, വൈബ് ഒന്നൊന്നര വൈബാണ്. ചൂടത്തിൽ ഇതുപോലൊരു വൈബ് കിട്ടുക എന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. മസ്കറ്റിൽ നിന്ന് വെറും 2 മണിക്കൂർ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ റിലാക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ഫാം ഹൗസ് മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് സ്പെൻഡ് ചെയ്യാം, ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ കുക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം. യൂട്ടൻസിൽസ് എല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മീറ്റ് ഒക്കെ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ വെച്ച് ഗ്രിൽ ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പ്രത്യേകമായിട്ട് ഇവിടെ 2 തരത്തിലുള്ള സ്ലോട്ടാണ് ഉള്ളത്, രാവിലെയും വൈകിട്ടും. ഒരു സമയത്ത് ഒരു ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തികച്ചും നമ്മുടെ ആ ഒരു സ്വകാര്യ അന്തരീക്ഷത്തിൽ നമുക്കിവിടെ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ഇവിടെ ഒരു സ്പെൻഡ് ചെയ്യുന്നതിന് നോമിനലായിട്ട് റീസണബിളായിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അത് കൊടുത്തിട്ട് നമുക്കിവിടെ വരാം. അപ്പോൾ രാവിലെയും വൈകിട്ടും ഓരോ സ്ലോട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ ഫോളോ ചെയ്ത് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്പർ എടുത്ത് വെച്ചിട്ടേ വരാവൂ, അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഫിഗ് ഫാമിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. അത്തിച്ചെടികളാണ് മുഴുവൻ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ വളരെ വലിപ്പം കൂടിയ അത്തിച്ചെടികളല്ല, ചെറിയ അത്തിച്ചെടികളാണ്, മഞ്ഞ കായുള്ള ചെടികളാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും പോളിഹൗസ് എന്ന രീതിയിൽ വളരെ ചെറിയ രീതിയിൽ ശാഖകളായിട്ട് വളരത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ ഹൈറ്റ് വളർന്നു പോകുന്നില്ല. നമ്മൾ വെറും കുക്കുമ്പറൊക്കെ ചെയ്യുന്ന പോലെ അല്ലല്ലോ, ഇത് വളരെ ഇതായിട്ട് തന്നെ സാധാരണ പോളിഹൗസ് തന്നെ, പക്ഷേ അതിനകത്തിൽ ഫിഗ് ഫാം ചെയ്തിരിക്കുന്നു. അപ്പോൾ നിറച്ച് ഫിഗാണ്. ഇപ്പോൾ ഇവിടെ ഫിഗ് നല്ല വിലയാണല്ലോ, ഡ്രൈ ഫ്രൂട്ട്സ് എന്ന നിലയിൽ നല്ല വിലയാണല്ലോ. അതിനോടൊപ്പം തന്നെ ഇവിടെ ഫാം ടൂറിസം ഉണ്ട്. ഫാം ടൂറിസം വെച്ച് കഴിഞ്ഞാൽ മുമ്പേ കാണിച്ച പോലെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം, ചായ ഇടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഇതുവരെ സ്പെൻഡ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫാമുകളൊക്കെ ഇതുപോലെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. വെറും കുക്കുമ്പറും പയറും കൃഷി ചെയ്യാനുള്ള രീതിയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കൃഷികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു ഉണങ്ങിയ അത്തിമരത്തിനൊക്കെ അത്തിക്കായ്ക്കൊക്കെ ഭയങ്കര വിലയാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണിത്. ഇതാണ് നമ്മുടെ പോളി ഹൗസ്. ഇത് സത്യം പറഞ്ഞാൽ പോളി ഹൗസ് അല്ല, ഇതിൻ്റെ ഇൻസെക്ട് നെറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ നെറ്റ് കട്ടി കുറഞ്ഞ നെറ്റാണ്. അപ്പോൾ ഇൻസെക്ട് ഒന്നും വരത്തില്ല. അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കാരണം ഇത്രയും ചൂടുള്ളിടത്ത് പോളി ഹൗസ് ഇട്ട് കഴിഞ്ഞാൽ അകത്തും ചൂടായിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിന് ഇൻസെക്ട് നെറ്റാണ് ഇട്ടിരിക്കുന്നത്, ചെറിയ നെറ്റാണ്. അപ്പോൾ ഇൻസെക്ട് ഒന്നും അകത്ത് വരാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നു. നല്ലൊരു എക്സാമ്പിളാണ്, നല്ലൊരു കൃഷി രീതിക്ക് നല്ല എക്സാമ്പിളാണ്. നല്ലൊരു ബുദ്ധിപൂർവമായ നീക്കം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. ഇതിൻ്റെ വിലയും ഇതിന് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ വരത്തുള്ളൂ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാതെ അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. പക്ഷേ ഇതിൻ്റെ സെയിൽസ് വാല്യൂ നോക്കുമ്പോൾ നല്ല വിലയും കിട്ടും. നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന അത്തിമരം കാപ്രി ഫിഗ് എന്നറിയപ്പെടുന്ന ഫൈക്കസ് ഓറിക്കുലേറ്റ എന്ന മരമാണ്. ഇതിൻ്റെ ഇലയ്ക്ക് നല്ല വീതിയാണുള്ളത്. എന്നാൽ കഴിക്കാൻ പറ്റുന്ന ഫിഗ് എന്ന് പറയുന്നത് ഫൈക്കസ് കാരിക്ക എന്ന് പറയപ്പെടുന്ന 3 കൈവിരലുകൾ പോലെ ഇലകളുള്ള അത്തിയാണ് കഴിക്കാൻ പറ്റുന്നത്.
അതാണ് ഫൈക്കസ് കാരിക്ക എന്ന് പറയുന്നത്. അത്തിമരത്തിൽ തന്നെ പലതരത്തിലുള്ള വെറൈറ്റികളുണ്ട്. 900 വെറൈറ്റിയോളം അത്തിമരങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു അത്തിയുടെ ഒരു വിശേഷങ്ങൾ തന്നെ ഉണ്ട്. നമുക്കതിങ്ങനെ ഓരോന്നായി വഴിയെ പറഞ്ഞുകൊണ്ടിരിക്കാം. അത്തിമരത്തെക്കുറിച്ച് വളരെയധികം മിത്തുകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ അത്തിമരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ ആയുർവേദത്തിൽ നാൽപ്പാമരങ്ങൾ എന്ന് പറയുന്ന 4 മരങ്ങളാണ്. അതിൽ ഇത്തി, അത്തി, പേരാൽ, അരയാൽ എന്നീ 4 മരങ്ങളാണ് നാൽപ്പാമരങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഒരു മരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, നാൽപ്പാമരങ്ങൾ എന്ന് പറഞ്ഞാൽ 4 മരം, അതിലൊരു മരമാണ് അത്തി എന്ന് പറയുന്നത്. അത്തി എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രപരമായിട്ടും വളരെയധികം പ്രാധാന്യമുള്ളൊരു വൃക്ഷമാണ്. നമ്മൾ അത്തി വീട്ടിൽ നട്ടു വളർത്തുകയാണെങ്കിൽ വീടിൻ്റെ തെക്ക് വശത്ത് നട്ടു വളർത്തണമെന്നാണ് പറയപ്പെടുന്നത്. അത്തിയെ സംബന്ധിച്ച് വളരെയധികം മിത്തുകളുണ്ട്. ബൈബിളിൽ അത്തിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരമാണ് അത്തിമരം എന്ന് പറയപ്പെടുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്ന പഴമാണ്, പഴുത്ത പഴമായിട്ടാണ് ഇസ്ലാം മതത്തിൽ ഇതിനെ കാണുന്നത്. ബുദ്ധമതത്തിൽ ബുദ്ധന് ബോധോദയം ഉണ്ടായത് അത്തിവൃക്ഷ ചോട്ടിലാണെന്ന് പറയപ്പെടുന്നു. റോമാ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകരായ റോമിലസിനെയും റൈമസിനെയും പാലൂട്ടി വളർത്തിയത് ഒരു ചെന്നായായിരുന്നു. ആ ചെന്നായി അത്തിമരത്തിൻ്റെ ചോട്ടിൽ വെച്ച് അവരെ മുലയൂട്ടിയതായി പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം റോമാ സാമ്രാജ്യത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആദ്യമായി വ്യവസായാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത ആദ്യത്തെ വൃക്ഷവും അത്തിമരമാണ് എന്ന് പറയപ്പെടുന്നു. ഇനിയും അത്തിമരത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. ഇനിയും ആലോചിച്ച് കഴിഞ്ഞാൽ പ്രസിദ്ധ പണ്ഡിതനായ പ്ലേറ്റോ ഫിലോസഫേഴ്സ് ഫ്രൂട്ട് എന്നാണ് അത്തിമരത്തെ വിളിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് അത്തിമരമായിരുന്നു. അങ്ങനെ പ്ലേറ്റോസ് ഫ്രൂട്ട് എന്നും ഫിലോസഫേഴ്സ് ഫ്രൂട്ട് എന്നും ഒക്കെയും അത്തിമരം അറിയപ്പെടുന്നുണ്ട്. ഈ അത്തിപ്പഴത്തിന്റെ കായ കണ്ടോ, എനിക്ക് അത്തിപ്പഴം അവർ തന്നാണ്. അപ്പോഴത്തെ പണിക്കാർ ഞാനിവിടെ നടന്നപ്പോൾ ഒരു പറിച്ചു തന്നാണ്. നമ്മളോട് ഒന്നും ചെടികളൊന്നും പറിക്കാൻ പാടില്ല, പഴങ്ങളൊന്നും പറിക്കാൻ പാടില്ല, കാരണം അത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാനിങ്ങനെ നടക്കുന്നത് കണ്ടപ്പോൾ അവർ കൊതി കിട്ടാതിരിക്കാൻ വേണ്ടി തന്നായിരിക്കും. എന്തായാലും ഞാൻ സൂക്ഷിച്ചു വെച്ച വീഡിയോയ്ക്ക് വേണ്ടി വെച്ചതാണ്. അങ്ങനെ അത്തിപ്പഴത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ള ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത്തിപ്പഴത്തിന്റെ പൂ ഉണ്ടാകുന്നത് കായ്ക്കകത്ത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണിത് പരാഗണം നടക്കുക എന്ന് നിങ്ങൾക്ക് സ്വാഭാവിക സംശയം ഉണ്ടാവും. 900 തരത്തിലുള്ള അത്തിമരങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് ഓരോ മരത്തിനും വേണ്ടിയും പ്രത്യേകതരമായി ഉള്ള തേനീച്ചകളുണ്ട്. ആ തേനീച്ചകൾക്ക് മാത്രമേ ഇതിൽ പരാഗണം നടത്തുവാനായിട്ട് പറ്റുകയുള്ളൂ. പ്രകൃതിയുടെ എത്ര മഹത്തരമായ സൃഷ്ടിയാണല്ലേ. ആ തേനീച്ചകൾ ഇതിൻ്റെ അത്തിപ്പഴം പാകമാകുമ്പോൾ, അല്ലെങ്കിൽ ഈച്ചകൾ മുട്ടയിടാറാകുമ്പോൾ പെൺ തേനീച്ചകൾ വന്ന് ഈ കാ തുറന്ന് കായുടെ ഉള്ളിൽ കയറി ആ പൂവിൽ മുട്ടയിടും. അങ്ങനെയാണ് ഇതിൻ്റെ പരാഗണം നടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പഴയ കാലത്ത് ഇതിനെയൊക്കെയും ഒരു നഷ്ടപ്രണയത്തിൻ്റെ, ത്യാഗോജ്വലമായ ഒരു പ്രണയത്തിൻ്റെ അർത്ഥമായിട്ടൊക്കെ കവികൾ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തായാലും അത്തിപ്പഴം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെറിയ പഴമല്ലെന്ന് മനസ്സിലായില്ലേ. നെത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് പറയുന്ന പോലെ അങ്ങനെ അത്തിപ്പഴം ഒരു ചെറിയ പഴമല്ല മോനെ. ചായ കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുടിക്കും. മുന്തിരി തോട്ടത്തിന്റെ നടുക്ക് ഒരു ചായ എടുത്ത് കുടിക്കാന്ന് പറഞ്ഞാൽ മോനെ അപാര വൈബല്ലേ. മുന്തിരിങ്ങയും ചായയും എന്താ ടേസ്റ്റ്. സൂപ്പർ. കണ്ടോ, ഇതാണ് അത്തിപ്പഴം. നമുക്കൊന്ന് മുറിച്ചു നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞ പൂവില്ലേ, ഇതാണ് പൂ, അകത്താണ് പൂ. കണ്ടില്ലേ, ഇവിടെയാണ് ത്യാഗോജ്വലമായ തേനീച്ചയുടെ പ്രണയകഥ എന്ന് നിങ്ങൾ പറഞ്ഞത്. കണ്ടില്ലേ. അപ്പോൾ അത്തിപ്പഴ ഫാമിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും നിങ്ങൾക്ക് എൻ്റെ നല്ല നമസ്കാരം.